ആറ്റിങ്ങലിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ. അടിസ്ഥാന വികസനത്തിൽ ഏറെ പിന്നിലാണ് മണ്ഡലം. അവ മെച്ചപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ഇപ്പോൾ വി മുരളീധരൻ നമുക്കൊപ്പം ചേരുകയാണ്. എന്നുണ്ട് അവസാനവട്ടത്തെ ഒരു പ്രചരണം? പ്രചരണം ഇന്നലെ അവസാനിച്ചു. എനിക്ക് പ്രചരണത്തിൻ്റെ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് നേരിൽ കാണാൻ പറ്റാതിരുന്ന ചില പ്രദേശങ്ങളിലെ ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ മുതൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും സ്ഥലങ്ങളിൽ പോകുന്ന പല സ്ഥലങ്ങളിലും ആളുകൾ അവരുടെ പ്രശ്നങ്ങളാണ് പറയുന്നത്. കുടിവെള്ളമില്ല, വീടില്ലാത്ത പ്രശ്നം, സഞ്ചാരയോഗ്യമായിട്ടുള്ള വഴിയില്ലാത്ത പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും എനിക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഇത്രയും വർഷം ഇവിടെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ ഒരു വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എന്നുള്ള ആ ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതലായിട്ട് ബോധ്യപ്പെടുന്നത്. ആറ്റിങ്ങലെ കാറ്റ് അനുകൂലമാകും? തീർച്ചയായിട്ടും 100%. മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണ് പുതുതായിട്ട് നമ്മൾ? ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എല്ലാവർക്കും കുടിവെള്ളം ഉണ്ടാവുക എന്നുള്ളതാണ്. കുടിവെള്ളം, വീട്, റോഡ്, ഇത് മൂന്നും എല്ലാ പ്രദേശങ്ങളിലും ലഭ്യമാക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ധാരാളം മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എയിംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 2 ദേശീയപാതകൾ, ഒന്ന് ഔട്ടർ റിംഗ് റോഡ്, മറ്റൊന്ന് അംബാസമുദ്രം. പിന്നെ നമ്മുടെ മെട്രോ പിന്നെ ആറ്റിങ്ങൽ വരെയും നെടുമങ്ങാട് വരെയും നീട്ടുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ, അപ്പോൾ ഇതുപോലെയുള്ള മാത്രമല്ല പട്ടികജാതി കോളനികളിൽ പ്രത്യേകിച്ച് അവിടെയുള്ള കുട്ടികൾക്ക് തൊഴിൽ നൈപുണ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ, അതിനു വേണ്ടിയിട്ടുള്ള തൊഴിൽ മേളകൾ, അവർക്ക് തൊഴിൽ കിട്ടാവുന്ന തരത്തിലുള്ള അവസരങ്ങൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പുരോഗതിക്ക് ഉതകുന്ന തരത്തിലുള്ള 16 പദ്ധതികൾ ഞാൻ ഇതിനകം തന്നെ എൻ്റെ വികസന രേഖയുടെ ഭാഗമായിട്ട് പുറത്തിറക്കി.